ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കോഴ്സ് റിലേറ്റഡ്, അതായത് ബി.ഫാം റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ഒരു 5-6 സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് ഇട്ടതായിരുന്നു ബി.ഫാം റിലേറ്റഡ് കുറച്ച് വീഡിയോ ചെയ്യുമോ, മീൻസ് ഇപ്പം അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പം അവർക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ചെയ്യൂ എന്നൊക്കെ റിലേറ്റ് കുറച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് മീൻസ് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കങ്ങനെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞുകൂടാ, കാരണം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിൻ്റെ ഫർദർ സ്കോപ്പ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാമെന്നുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ ആദ്യം തന്നെ എങ്ങനെയാണ് ബി.ഫാമിന് മീൻസ് ഏത് എക്സാമിലൂടെയാണ് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടണം, ആ ഒരു ഇത് ഞാൻ പറയാം. അപ്പം മെയിനായിട്ട് അതിന് പറഞ്ഞ എക്സാം എന്ന് പറഞ്ഞാൽ കീം എന്ന് പറയുന്ന എക്സാമാണ്. അപ്പം +2 ബയോ മാത്സോ അല്ലെങ്കിൽ ബയോ മലയാളം അങ്ങനത്തെ സബ്ജക്റ്റ് എടുത്തുള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് കീം. കീമിൽ 2 എക്സാം ഉണ്ട്. ഒന്ന് ഫാർമസി ബി.ഫാം എക്സാം പറഞ്ഞുണ്ട്, അതുപോലെ നമ്മുടെ എൻജിനീയറിംഗ് എക്സാമും പറഞ്ഞുണ്ട്. അപ്പം ബയോ മാത്സ് എടുത്തിട്ടുള്ളവർക്ക് മീൻസ് മാത്സ് സബ്ജക്റ്റായിട്ട് എടുത്തുള്ളവർക്ക് മാത്രമേ എൻജിനീയറിംഗ് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പം ബി.ഫാമിൻ്റെ കാര്യമാണ് പറയണത്. ബി.ഫാം എന്ന് പറയുമ്പോൾ ബയോ മാത്സ് എടുത്തവർക്കും എഴുതാം, ബയോ മലയാളം ആ സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർക്കും എഴുതാം. അങ്ങനെയാണ് മീൻസ് ആ ഒരു എൻട്രൻസ് എക്സാമിലൂടെയാണ് നമുക്ക് ബി.ഫാമിൽ അഡ്മിഷൻ കിട്ടുന്നത്. അല്ലാതെ പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ്സ് കാണും, ഓരോ പ്രൈവറ്റ് കോളേജസിൽ മാനേജ്മെൻറ്റ് സീറ്റ് അങ്ങനെയുള്ളതും കാണും. അപ്പം എക്സാം വന്നിട്ട് കീമാണ്. പിന്നെ അതുപോലെ അതിൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് കോളേജസ് 10-നകത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ നല്ല റാങ്ക് വേണം. അല്ലാതെ നമുക്ക് ഈ പ്രൈവറ്റ് കോളേജിൽ തന്നെ മെറിറ്റ് സീറ്റ് പറഞ്ഞതുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ കയറിയിട്ടുള്ളത്. അൽഷിഫ, ഞാൻ പഠിക്കുന്നത് അൽഷിഫ കോളേജ് മലപ്പുറമാണ്. അപ്പോൾ അവിടെ മെറിറ്റ് സീറ്റിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. അവിടെ പിന്നെ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. അങ്ങനത്തെ സ്പെഷ്യൽ ഇങ്ങനത്തെ കോളേജസ് ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ എൻട്രൻസ് എഴുതി കിട്ടിയവർക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടും, അല്ലാത്തവർക്ക് മാനേജ്മെൻറ്റ് വഴിയും കയറാം. അപ്പം ഇങ്ങനെയാണ് ഈ അഡ്മിഷൻ കിട്ടണത്. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ബി.ഫാം എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്, ഫാർമസി ഡിഗ്രി. അപ്പം ഈ ബി.ഫാം പോലെ തന്നെ ഫാർമസിയിൽ മീൻസ് വേറെ ഇതുണ്ട്, ഡി.ഫാം അത് ഡിപ്ലോമ, ബി.ഫാം എന്ന് പറയുമ്പോൾ ഡിഗ്രി, പിന്നെ ഫാം.ഡി ഉണ്ട്, അത് ഡോക്ടറേറ്റ് അങ്ങനത്തെ ലെവൽ. അപ്പം ബി.ഫാം എന്ന് പറയുമ്പം 4 വർഷത്തെ കോഴ്സാണ്. അപ്പം 3-ാമത്തെ വർഷം കഴിഞ്ഞിട്ട് 1 മാസം ഇൻറ്റേൺഷിപ്പ്, അങ്ങനെ ടോട്ടൽ 4 വർഷമാണ് പറഞ്ഞത്. പിന്നെ ബി.ഫാമിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ 8 സെമ്മാണുള്ളത്. 2 സെമ്മിൽ 1 ഇയറിൽ 2 സെം എഴുതുക, അങ്ങനെ 8 സെമ്മാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചേക്കുന്നതാണ് എങ്ങനെയാണ് പഠിക്കാനും. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്, കള്ളമൊന്നും ഞാൻ പറയുന്നില്ല, നന്നായിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് ടഫൊക്കെയാണ് സംഭവം, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മതി. ഇപ്പം എല്ലാ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അത് എളുപ്പമായിരിക്കും. പക്ഷെ പഠിക്കുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം ടഫുണ്ട്. ഒരു 6 സെമ്മൊക്കെ അത്യാവശ്യം നല്ല ടഫാണ്. എല്ലാ സെമ്മും ടഫാണ്, പക്ഷെ 6th സെം കുറച്ചുകൂടി ടഫാണ്. അതാണ് പഠിക്കണ കാര്യമൊക്കെ. പിന്നെ ഇത് കൂടാതെ തിയറി പോയിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് പറഞ്ഞുണ്ട്, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. എല്ലാ സെമ്മിലും പ്രാക്ടിക്കലുണ്ട്. മീൻസ് 7th 8th സെമ്മിൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇനി അങ്ങോട്ട് പോണതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള 6th സെം വരെ എല്ലാ സബ്ജക്റ്റ് മീൻസ് എല്ലാ പ്രാക്ടിക്കലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബി.ഫാം സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. മെയിനായിട്ട് കെമിസ്ട്രി റിലേറ്റഡ് ഒക്കെ ആയിരിക്കും. കെമിസ്ട്രി ഉണ്ട്, പിന്നെ 1st 2nd സെമ്മിലൊക്കെയാണ് നമ്മുടെ ബയോളജി സുവോളജി റിലേറ്റഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ മെയിൻ കെമിസ്ട്രി അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ്. കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ പാസ്സായി പോവാം. സപ്ലി ഒന്നും ഇല്ലാതെ ഒരു ആവറേജ് പഠിക്കുന്ന ഒരാൾക്ക് സപ്ലി ഒന്നും ഇല്ലാതെ ഇങ്ങനെ രക്ഷപ്പെട്ട് പോവാം. അതാണ് ബി.ഫാമിനെ കുറിച്ച് പഠിക്കണത് അങ്ങനെയാണ് പറയാനുള്ളത്. അപ്പം അവസാനമായിട്ട് അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ്. ബി.ഫാം പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് സ്കോപ്പ് ഉണ്ട്. ബട്ട് ഇപ്പം ഒരുപാട് ആൾക്കാരാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. എന്തുകൊണ്ട്? അത് പഠിച്ചുടനെ ജോലി കിട്ടും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട്. സോ കോമ്പറ്റീഷൻസും ഉണ്ട്, ഇത്രയും ആൾക്കാർ ഇറങ്ങുന്നതുകൊണ്ട്.
അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ പറയാൻ പറ്റണത് അല്ല, ഇങ്ങനൊരു ഇത് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റണമെന്ന് പറഞ്ഞാൽ നല്ല കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പം നല്ല നല്ല കോളേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ, അപ്പം നിങ്ങളിങ്ങനെ കോളേജൊക്കെ ചൂസ് ചെയ്യുമ്പം ക്യാമ്പസ് ഇൻ്റർവ്യൂസൊക്കെ അവിടെ ഉണ്ടാകുന്ന അങ്ങനെ നോക്കി സെലക്ട് ചെയ്യണം. പിന്നെ എന്താണ്, നല്ല ഫാക്കൽറ്റീസ് ഉള്ള കോളേജസ് നോക്കി അങ്ങനെ കുറച്ച് കോളേജ് നല്ലതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ബാക്കി സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ നോളജ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കോളേജൊക്കെ ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനത്തെ കോളേജ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ B.Pharm പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോർ, അതാണല്ലോ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയണത്. അത് വന്നിട്ട് എനിക്ക് അത്ര ഒരു ഇതില്ല, കാരണം D.Pharm ആണ് മെഡിക്കൽ സ്റ്റോർ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വന്നിട്ട് D.Pharm ആണ്. അപ്പം B.Pharm ഞാൻ അതുണ്ട്, B.Pharmകാർക്കും മെഡിക്കൽ സ്റ്റോറോ പിന്നെ അതുപോലെ എന്താണ് ക്ലിനിക്ക്, പിന്നെ ഹോസ്പിറ്റൽ, ഫാർമസി, അങ്ങനെ ഒരുപാട് സ്കോപ്പുണ്ട്. അതിനെക്കാട്ടി എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യണ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് എനിക്ക് കുറച്ച് പ്രിഫറൻസ് ഉള്ളത്. മറ്റത് പറ്റും കേട്ടോ, പക്ഷെ ഞാൻ കൂടുതൽ പറയണത് B.Pharm കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പോകാൻ പറ്റും. അത് എന്താണ് ഇന്ത്യയിലകത്തും ഉണ്ട് പുറത്തോട്ടും നല്ല സ്കോപ്പാണ് B.Pharm കഴിഞ്ഞവർക്ക്. B.Pharm ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ B.Pharm കഴിഞ്ഞ് നമ്മൾ എന്താണ് M.Pharm എടുക്കുകയാണെങ്കിൽ M.Pharm PhD ഒക്കെ എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ടീച്ചർ ആവാൻ പറ്റും. അതായത് D.Pharmകാരെ B.Pharmകാരെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പിന്നെന്താണ് B.Pharm കഴിഞ്ഞ് നമുക്ക് MBA എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻഡസ്ട്രി അങ്ങനെ പോകാൻ പറ്റും. പിന്നെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും B.Pharm കഴിഞ്ഞ്. അങ്ങനെ ഒരുപാട് ഇത്രയും എനിക്ക് ഇപ്പോഴത്തെ ഒരു നോളജിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ B.Pharm കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് PSC എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാം. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് അനലിസ്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ മെഡിക്കൽ റെപ്പ് കേട്ടിട്ടില്ലേ. പിന്നെ അതുപോലെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഫാർമസിസ്റ്റായിട്ട് കിട്ടും. അതൊക്കെ അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു ജോബാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ഗവൺമെൻറ് അനലിസ്റ്റ് അങ്ങനത്തെയൊക്കെ ഈ PSC എക്സാം 5 വർഷം കൂടുമ്പോഴേ, അങ്ങനെ എന്തോ ലിമിറ്റഡ് എത്ര വർഷം കഴിയുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തൊക്കെയുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഫർദർ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് അടുത്ത വേറൊരു വീഡിയോയിൽ പറയണതായിരിക്കും. അപ്പം B.Pharm നല്ലൊരു കോഴ്സാണ്, ഞാൻ എടുക്കണ്ട എന്നൊന്നും പറയില്ല. അത്യാവശ്യം നല്ല സ്കോപ്പുള്ള സംഭവമാണ്. അതും പുറത്തോട്ടൊക്കെ നല്ല സാലറി, ഇവിടെ സാലറി കുറവാണ്. ഞാൻ ഒന്നും മറച്ചു വയ്ക്കണില്ല. ഇവിടെ പഠിച്ച് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ സാലറി അത്യാവശ്യം കുറവാണ്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടി പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ട്. ഞാനിങ്ങനെ കുറച്ച് കൺട്രീസൊക്കെ ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു, അവിടുത്തെ സാലറിയും പിന്നെ അവിടുത്തെ ഇതൊക്കെ നോക്കിയിട്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു സാലറിയൊക്കെ കിട്ടുന്ന കോഴ്സാണ്. പിന്നെ നമുക്ക് അറിഞ്ഞിടാത്തിട്ടൊക്കെ കുറേ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഫർദറായിട്ട് ഞാനിങ്ങനെ ഒന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അപ്പം ഇനി ഞാൻ അടുത്ത വർഷം ഇറങ്ങാൻ പോവുകയാണ്. അപ്പം എന്തായാലും എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. അപ്പം അതൊക്കെ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കി ഞാൻ വേറൊരു വീഡിയോ ഇത് B.Pharm റിലേറ്റഡ് ആയിട്ട് ചെയ്യണ്ടായിരിക്കും. ഇപ്പോഴൊന്നുമില്ല, ഇനിയിപ്പോൾ നമുക്ക് വെക്കേഷനാണ്, കോളേജിലൊക്കെ പോയി ടീച്ചറിൻ്റെ അടുത്തും എല്ലായിടത്തൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇതൊക്കെയാണ് എനിക്കറിയാമെന്നുള്ള കുറച്ച് നോളജ് B.Pharmനെ പറ്റി. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി.